എന്തൊരു ആനന്ദമാണ്. നല്ല രസമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് എന്താണ് പേര്? ഫ്രണ്ട്സ്. ഞാൻ ഒരു പടി കൂടെ മേലെയാണ്. ലവ്. ഞാനും മേലോട്ട് വരണോ? വേണോ? ഓക്കെ. നോ. പ്രേമം എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് കടിച്ചു തിന്നാൻ തുടങ്ങിയാണോ? ഇതാണ് ആണുങ്ങൾക്കുള്ള ദോഷം. പ്രേമം ഒന്ന് കടലാസിൽ എഴുതി പാക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നാൽ മതിയോ? പ്രേമം മനസ്സിന്റെ ഒരു അനുഭൂതിയാണ്. പരസ്പരം ചേരാൻ ആഗ്രഹിക്കുന്ന ശരീരങ്ങളുടെ അകന്നിരിക്കുമ്പോഴുള്ള വേദന പുരണ്ട ആനന്ദം. നീ പ്രേമത്തിന്റെ ഒരു പ്രൊഫസറാണല്ലോ. ഒരു വിദ്യാർത്ഥിനി. ധാരാളം വായിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. കയ്യിലൊന്ന് തൊട്ടോട്ടെ? വേണ്ട വേണ്ട. കയ്യിലും തൊട്ടൂടെ? ഇവിടെ പിടിക്കാം. ഇവിടെയാ? ഷർട്ടില്ല? അത് പിന്നെ തുണിക്കടയിൽ പോയി പിടിച്ചാ പോരെ? എന്നാലും പിടിക്കാൻ എന്റെ ഷർട്ടാണത്. രാജു, രാജുവിനോട് എനിക്ക് സ്നേഹമാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പറഞ്ഞില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. എന്താ ചോദിക്കാത്തത്? സത്യം പറഞ്ഞാൽ ചോദിക്കാൻ എനിക്ക് പേടിയാണ്. ഞാൻ ചോദിക്കുമ്പോ നീ സ്നേഹമില്ലെന്ന് പറഞ്ഞാലോ? എങ്കിൽ ഇപ്പോ ചോദിക്കൂ. എൽസയ്ക്ക് എന്നോട് സ്നേഹമാണോ? രാജുവിന് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഉണ്ടായിരിക്കാം അല്ലേ? Kiss me here. What? Kiss me here. ദാ ഇവിടെ. എന്റെ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞില്ലല്ലോ. എന്തോന്നാ? നിനക്ക് എന്നോട് സ്നേഹമാണോ? എനിക്ക് രാജുവിനോട് സ്നേഹമല്ല, പിന്നെ വളരെ 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 സ്നേഹമാണ്. ഇല്ല, നീ പോകണ്ട. എന്റെ കൂട്ടുകാരികളെല്ലാം പോകുന്നു. എനിക്ക് കാശ്മീർ കാണാൻ കൊതിയാണ്. ഞാനും കാശ്മീരിൽ പോയിട്ടില്ല. നീ പോകണ്ട. അതെന്താ? എനിക്കിഷ്ടമല്ല. എന്റെ ഇഷ്ടത്തിനാണ് പോകുന്നത്. എന്റെ അനുവാദം കൂടാതെ നീ പോകുമോ? ഞാൻ എന്തെങ്കിലും ചെയ്യാൻ രാജുവിന്റെ അനുവാദം വേണോ? വേണ്ടേ? അതെന്തിന്? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണ്. ആര് പറഞ്ഞു? ഞാൻ ഇപ്പൊ പറയുന്നു. എന്താ അങ്ങനെ തീർച്ചയാക്കിയത്? എന്താ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലേ? ദാറ്റ്സ് എ ഗുഡ് റീസൺ. അത് സ്നേഹത്തിന്റെ തെളിവാണ്. ശരി, ഞാൻ പാവപ്പെട്ടവളാണ്. രാജു പണക്കാരന്റെ മകനും. ഞാൻ ക്രിസ്ത്യാനിയാണ്. രാജു ഹിന്ദു. Bloody stupid. Are you a good Christian girl? Well, I am a girl and I am good. Well, I am a man. No, you are trying to be. Okay, agreed. I'm a boy and I'm not good. Well, I can suffer a bad boy like you. Okay then. അപ്പോ നീ കാശ്മീർ പോകുന്നില്ല? അല്ല, അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ പറയാം. എന്റെ എൽസയെ പറഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ എനിക്ക് വയ്യ. നിനക്ക് ആമ്പാടി രാജു വേണോ, ജമ്മു ആൻഡ് കാശ്മീർ വേണോ? എനിക്ക് ഇത് മതി. സമയം എന്തായി? വാച്ചില്ല. രാത്രിയും പകലും തിരിച്ചറിയാൻ വാച്ച് വേണോ? പിന്നെ നീ എന്തിനാണ് ചോദിച്ചത്? അല്ല, പെണ്ണ് ജോലിക്ക് പോയിട്ട് മണി 2 അവളെ കാണുന്നില്ലല്ലോ. കണ്ടില്ല. അവൾ എവിടെ പോയി? എനിക്കറിയാൻ വയ്യ. അവളെ കയറൂരി അങ്ങ് വിട്ടിരിക്കുകയാണോ? ഞാൻ അവളുടെ കഴിച്ച് കയറ് കെട്ടിയിട്ടില്ലല്ലോ, പിന്നെ അവന്റെ ഊരി വിടാൻ. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ അവളെ മോട്ടോർ സൈക്കിളെ കൊണ്ടുവിടുന്നത് നിങ്ങൾ കാണാറില്ലേ? ഉണ്ട്. അവള് ഗർഭിണിയായാലോ? മോട്ടോർ സൈക്കിളെ കയറിയാൽ ഗർഭിണി ആവുകയില്ല. ഗർഭിണി ആയാൽ എന്ത് ചെയ്യും? പ്രസവിക്കും. അയ്യോ, എന്റെ കാലേന്ന് വെറുതോണ്ട് വരുന്നത് കേട്ടോ. ഞാൻ വല്ലതും വിളിച്ച് പറയുമേ. മറിയാമേ, എന്തോ നീ പറഞ്ഞത്? ആരാ വരുന്നു?
ആണ്ട വരുന്നത് നിങ്ങളുടെ പുന്നാര മോള്. ഇന്ന് ഞാൻ അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. നീ എവിടെയായിരുന്നടി? അപ്പച്ച, രാജുവിന് അപ്പച്ചനോട് എന്തോ പറയാനുണ്ടെന്ന്. അവന് പറയാനുണ്ടെങ്കിൽ അവൻ പറഞ്ഞോളൂ. നീ അതിന് വക്കാലത്ത് പിടിക്കണ്ട. പറയൂ. എനിക്ക് എൽസയെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എനിക്കും ഇഷ്ടമാണ് അപ്പച്ച. അപ്പച്ചനെന്താ ഒന്നും പറയാത്തത്? കൊച്ചനെ നിന്റെ വീട് ഏതാ? അമ്പാടിയിൽ. അമ്പാടിയിലെ രാജശേഖരൻ തമ്പി അദ്ദേഹത്തിന്റെ മകൻ. നിങ്ങൾ വലിയ പ്രമാണിമാരും പണക്കാരും ഒക്കെയാണ്. ഞാനൊരു പാവപ്പെട്ട വർക്ക്ഷോപ്പ് ഉടമസ്ഥനാണ്. പണവുമില്ല, പ്രതാപവുമില്ല. ഞാൻ പണവും പ്രതാപവും ആഗ്രഹിക്കുന്നില്ല. നല്ലത്. ഞാൻ പെണ്ണിന്റെ തന്തയാണ്. ന്യായമായ വിവാഹാലോചനയാണെങ്കിൽ ചെറുക്കന്റെ തന്ത വന്ന് പെണ്ണിന്റെ തന്തയുടെ അടുത്ത് ആലോചിക്കണം. അപ്പൊ ഞാൻ മറുപടി പറയും. ഒരു ചെറുക്കൻ വന്ന് പെണ്ണിനെ ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴേ ഇറങ്ങിപ്പോവാം. ഞാൻ തടയുക പോലും ചെയ്യില്ല. വിവാഹമാണോ? ചെറുക്കന്റെ തന്ത വന്ന് ആലോചിക്കണം. അപ്പോ നാളെ തന്നെ അച്ഛനെ പറഞ്ഞേക്കാം. അച്ഛൻ വരട്ടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞോളാം. ഓ, അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഇത് രാജുവിന്റെ വീടാണോ? എന്റെ അച്ഛന്റെ. വാ. ഞാൻ വരുന്നില്ല. എനിക്ക് പേടിയാണ്. കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്താണ്? സൈക്കോ? സൈക്കാണെങ്കിൽ ഞാൻ കമ്പനി അടച്ചുപൂട്ടും. ഇത് എനിക്ക് വേണ്ടിയല്ല ഞാൻ നടത്തുന്നത്. പാവങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച. എന്നിട്ട് 1 മിനിറ്റ്. എന്നിട്ട് പറയൂ. പറഞ്ഞു നോക്കിയോ? എന്നിട്ട് സമ്മതിക്കുന്നില്ലേ? വേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. എസ്റ്റേറ്റിന്റെ കാര്യം എന്തായി? ഒന്നും അന്വേഷിച്ചില്ലേ? എത്രയും വേഗം അന്വേഷിച്ച് ഉടനെ തന്നെ എന്നെ അറിയിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. കമ്മിങ്. എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാക്ക് ചെയ്തിട്ടേ അകത്ത് പ്രവേശിക്കാവൂന്ന്. സോറി അച്ഛാ, മറന്നുപോയി. എന്തെല്ലാം വിശേഷങ്ങൾ? അച്ഛൻ താഴെ ഹാൾ വരെ ഒന്ന് വരണം. അച്ഛനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്നെ കാണാനോ? വെരി ഗുഡ്, വെരി ഗുഡ്. നീ വന്നിട്ട് കുറെ നേരമായോ? അതോ ഇപ്പൊ ഒന്നതേ ഉള്ളോ? ഇപ്പൊ ഒന്നേ ഉള്ളൂ. ഏതായ പെൺകുട്ടി? എന്റെ സ്നേഹിതയാണ്. ഓ, നിന്നെ കൊണ്ടെന്ന് ഓട്ടോഗ്രാഫ് ഒപ്പിടിപ്പിച്ച പെണ്ണല്ലേ ഇത്? അതെ, അച്ഛന് ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം ഞങ്ങൾ കൂടുതൽ പരിചയപ്പെട്ടു. ഇവന്റെ കോളേജിലാണോ പഠിക്കുന്നത്? അല്ല, വേറെ ഉദ്യോഗമുണ്ട്. എന്തോ ഉദ്യോഗം? ഹോട്ടൽ റിസപ്ഷൻ, ടെലിഫോൺ ഓപ്പറേറ്റർ. ടെലിഫോൺ ഓപ്പറേറ്റർ ഉദ്യോഗമോ? അതൊരു വലിയ ഉദ്യോഗമല്ലേ? സാധാരണ ഉദ്യോഗമാണോ? ഇരിക്കൂ ഇരിക്കൂ. ഗുരുത്വമുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ വലിയൊരു വർക്ക്ഷോപ്പ് വെച്ച് നടത്തുന്നു. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്. മോട്ടാർ വർക്ക്ഷോപ്പ്? മോട്ടാർ വർക്ക്ഷോപ്പ്?
മോട്ടാർ വർക്ക്ഷോപ്പും മറ്റും ആർക്കെങ്കിലും വെക്കാനൊക്കുമോ? എന്ത് പണം വേണം? ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. എന്താ പേര്? എൽസ. അച്ഛന്റെ പേരാ ചോദിച്ചത്? ഡിക്രൂസ്. ഡിക്രൂസോ? ഡിക്രൂസിനെ നമ്മുടെ നാട്ടിൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? വളരെ പ്രസിദ്ധനല്ലേ? അതെ, നീ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങള് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എൽസയെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. തന്നെയല്ല, അച്ഛൻ എൽസയുടെ അപ്പനോട് ഞങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം. അതൊരു വലിയ കാര്യമല്ല. എനിക്കതിൽ യാതൊരു പ്രയാസവുമില്ല. അതായത് ഞാൻ അമ്പാടി രാജശേഖരൻ തമ്പി ഡിക്രൂസിന്റെ ഉത്സാഹിപ്പിച്ചെന്ന് ചോദിക്കണം, അങ്ങയുടെ മകളെ എന്റെ മകനെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന്. അത് മര്യാദയല്ലേ? അതിലെ നാട്ടു നടപ്പ്. കറക്റ്റ്. ഞാൻ ചോദിക്കാം. രാജു അപ്പൊ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. നീ അവനെ മാത്രമേ കണ്ടോളാം, ഇരിക്കുന്നത് കണ്ടില്ലേ? ഏതായി പെൺകുട്ടി? അറിഞ്ഞൂടെ? ഡിക്രൂസിന്റെ മകളെ. വലിയ മോട്ടാർ വർക്ക്ഷോപ്പാണ്, തല്ലിപ്പൊളി മോട്ടാറൊക്കെ ഉണ്ടാക്കുന്നില്ലേ? ഡിക്രൂസ് അങ്ങനെയുള്ള മകളല്ലേ? ഒരു ഉദ്യോഗമുണ്ട്, വലിയ ഉദ്യോഗം, ടെലിഫോൺ ഓപ്പറേറ്റർ. എന്റെ, അതായത് അമ്പാടി രാജശേഖരൻ തമ്മിലുള്ള മരുമകളാകാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. എന്നെ കളിയാക്കുകയാണോ? ബുദ്ധിയുണ്ട് കേട്ടോ. മറ്റൊന്നുമില്ലെങ്കിലും ബുദ്ധിയുണ്ട്. നിന്നെ ഞാൻ കളിയാക്കുകയല്ല. നിന്നെ അരത്ത ഒഴിഞ്ഞ് കക്കി പിടിച്ച് വലത് കാൽ വെപ്പിച്ച് അകത്തോട്ട് കൊണ്ടുപോവുക. മനസ്സിലായോ? പാവപ്പെട്ട ആമ്പിള്ളേരെ കറക്കാൻ നടക്കുന്ന തൊണ്ടി പരീക്ഷകൾ. അച്ഛാ, ഒന്ന് അന്തസ്സായി സംസാരിക്കണം. രാജു, നിങ്ങളുടെ അച്ഛൻ്റെ അത്ര സ്വത്തും പ്രതാപവും എനിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ മറുപടി പറയാൻ എനിക്ക് വശമില്ല. ഞാൻ പുറത്തിരിക്കാം. ഇഫ് യു ഗോട്ട് ടു ടോക്ക് എനിത്തിങ് ടു യുവർ ഫാദർ, ഗോ ഹെഡ്. അച്ഛൻ എന്തായി കാണിച്ചത്? രാജു എന്തായി കാണിച്ചത്? എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. വിവാഹം കഴിക്കാൻ പോവുകയാണ്. നിനക്ക് ഇവളെ വിവാഹം കഴിക്കണം? അതെ. ഇവളെ തന്നെ? അതെ. കഴിച്ചോ. പക്ഷേ രാജശേഖരൻ തമ്മിലുള്ള മകനായിട്ട് നീ ഇവളെ വിവാഹം കഴിക്കില്ല. വെറും ത്രില്ലേഴ്സായിരിക്കും നീ ഇവളെ കല്യാണം കഴിക്കുന്നത്. എന്റെ കാരണ നിനക്ക് ഞാൻ തരില്ല. കാരണയുടെ സ്വത്ത് നിനക്ക് ഞാൻ തരില്ല. ശരി, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അയ്യോ, രാജു പിടിവാശിക്കാരനാണെന്ന് അറിയില്ലേ? ഇങ്ങനെ പിണക്കി അയക്കണമായിരുന്നോ? അവൻ ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്താ പോരെ? എൽസ എന്തിനാ ചിരിക്കുന്നത്? നമ്മുടെ വിവാഹം മുടങ്ങിപ്പോയതോർത്ത്. അച്ഛൻ എതിർത്തതുകൊണ്ട് നമ്മുടെ വിവാഹം മുടങ്ങുകയില്ല. തീർച്ചയാണോ? തീർച്ച. പിന്നെന്തിനാ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? സന്തോഷമായിട്ടും രസമായിട്ടും ബൈക്ക് ഓടിക്കൽ. എൽസയുടെ അപ്പൻ ഇത് അറിഞ്ഞാൽ എന്ത് പറയും? എന്റെ അപ്പൻ സന്തോഷിക്കും. അപ്പൻ പണവും പ്രതാപവും മോഹിക്കുന്ന ആളല്ല. നമ്മുടെ വിവാഹം ആർഭാടമായി നടത്തും. എന്നാൽ എനിക്ക് സമാധാനമായി. ആ, എങ്കിലൊന്ന് ചിരിക്ക്. ഒരു പിക്നിക് മൂഡ് വരട്ടെ. വരുത്താം. അപ്പച്ചാ, ഞങ്ങൾ രാജുവിന്റെ അച്ഛനെ കണ്ടിട്ട് വരികയാണ്. രാജുവിന്റെ അച്ഛൻ എപ്പോ വരും? അച്ഛൻ വരില്ല. അപ്പച്ചൻ ഈ ജോലി നിർത്തൂ. അച്ഛന്റെ അനുവാദം കൂടാതെ തന്നെ നിങ്ങൾ ഈ കല്യാണത്തിൽ നടത്തി തരണം. സാധ്യമല്ല. അപ്പച്ചൻ പണവും പ്രതാപവും ആഗ്രഹിക്കുന്ന ആളാണോ? പണക്കാരനെ പോലെ തന്നെ അഭിമാനിയാണ് ഞാൻ. എന്റെ അച്ഛൻ്റെത് ദുരഭിമാനമാണ്. എന്റെ മകൾ ഒരു പണക്കാരൻ ചെറുക്കനെ കറക്കിയെടുത്തു നാട്ടുകാർ പറയും. അത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അപ്പച്ചൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരില്ലേ? ഇല്ല. ഞാൻ രാജുവിന്റെ കൂടെ പോയാൽ? പോകും. ഞങ്ങൾ വിവാഹം കഴിച്ചാൽ? കഴിക്കും. ഞാൻ ഇപ്പൊ തന്നെ രാജുവിന്റെ കൂടെ പോവും. പോയിക്കോ. ഞാനിനി ഇങ്ങോട്ട് വരില്ല. വരരുത്. വരൂ രാജു, നമുക്ക് പോവാം. രാജുവിന്റെ അച്ഛന്റെ വീട് ഒരു രാജകൊട്ടാരം.
ഇത് രാജകുമാരന്റെ കൊട്ടാരം. ഇതെന്റെ അമ്മയുടെ വീടാണ്. അമ്മ മരിച്ചതിന് ശേഷം ഇത് വെറുതെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. കോളേജിൽ ചേർന്നപ്പോൾ ഹോസ്റ്റൽ ലൈഫിന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. അതൊരു ത്യാഗമൊന്നുമല്ലല്ലോ, സുഖമല്ലേ? നീ വിചാരിക്കുന്ന പോലെ ഒരു പണക്കാരൻ അച്ഛന്റെ പണക്കാരനായ മകനായിട്ടല്ലേ ഞാൻ ജീവിച്ചത്. എന്റെ അമ്മയുടെ പേരിലുള്ള സ്വത്തിന്റെ പോലും ആദായം ഞാൻ എടുക്കില്ല. എന്റെ അച്ഛന്റെ മാനേജർ മാസാമാസം ചെലവിന് അയച്ചു തരുന്ന പണം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഈ വീടും ഇതിലുള്ള സാധനങ്ങളും ഞാൻ എന്റേതാണെന്ന് വിചാരിച്ചിട്ടില്ല. ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു എന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. വേറൊരു വീടെടുത്ത് വാടകയ്ക്ക് താമസിച്ചാൽ അത് അച്ഛന് മോശം. എന്നാൽ പിന്നെ അച്ഛന്റെ കൂടെ പോയി താമസിക്കാമായിരുന്നില്ലേ? ആ, അച്ഛനും ചിറ്റമ്മയും നിർബന്ധിച്ചു. പക്ഷേ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചു പോയ എനിക്ക് അവരോട് ഒരു അടുപ്പവും തോന്നിയില്ല. ഒറ്റയ്ക്കുള്ള ജീവിതമാണ് ഇഷ്ടമെങ്കിൽ എന്റെ കാര്യം കഷ്ടത്തിലാവുമല്ലോ. ഇന്നു മുതൽ ഒറ്റയ്ക്കുള്ള ജീവിതത്തിനോട് ഗുഡ് ബൈ പറയല്ലേ? വേണ്ട വേണ്ട, ഇന്നും കൂടെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. ഞാൻ ഇവിടെ, രാജു അവിടെ. അല്ലെങ്കിൽ രാജു ഇവിടെ, ഞാൻ അവിടെ. അയ്യോ, അത് എന്തിനു? അങ്ങനെ തന്നെ. അയ്യോ എൽസ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ Go! എൽസേ, എന്താ ഒറ്റയ്ക്ക് കടന്നിട്ട് പേടിയാകുന്നു. ഇത്രയും നാൾ ഒറ്റയ്ക്ക് ജീവിച്ചതല്ലേ? ഉറക്കം വരുന്നില്ല. കണ്ണടച്ചങ്ങ് കിടന്നാൽ മതി. കണ്ണടച്ചാലും ഉറങ്ങിയില്ല. കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാം. അവിടെ നിന്ന് പറഞ്ഞാൽ മതി, എനിക്ക് കേൾക്കാം. എന്നാലും അവിടെ ആയാൽ മുഖത്ത് നോക്കി സംസാരിക്കാമല്ലോ. നാളെ സബ് രജിസ്ട്രാറെ കണ്ടിട്ട് നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാം. അത് മതി. Sweet dreams. എൽസേ, Good night. എൽസ, I love you. I know it. Go to sleep. നിന്റെ പള്ളിയല്ലേ? പോയി പ്രാർത്ഥിച്ചിട്ട് വാ. രാജുവും വരൂ. ഞാൻ വരില്ല, നീ പോയി പ്രാർത്ഥിച്ചാ മതി. രാജുവിന്റെ കോവിലിലും പോകാം. വരൂ. ഞാൻ പള്ളിയിലും പോവില്ല, കോവിലും പോവില്ല. ദൈവത്തെ ഉപദ്രവിക്കാറുമില്ല. നിന്റെ വിശ്വാസം നിന്റെ രക്ഷിക്കട്ടെ. പോയി പ്രാർത്ഥിച്ചിട്ട് വാ. ഞാൻ രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കും. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. രാജു. No, no arguments. Go and pray. Jesus awaits. ഇപ്പൊ നീ ആരാണെന്ന് അറിയാമോ? മിസ്സസ് എൽസ രാജു. കയറി വീട്ടിലോട്ട്. മിസ്സിസ് എൽസ രാജു അങ്ങനെ കയറില്ല. പിന്നെന്താ, നിന്നെ എടുക്കണം? യു സിറ്റ്. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ചടങ്ങ് അങ്ങനെയാണ്. ഹിന്ദുക്കൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞു തരാം. എന്നെ എടുക്ക്. എടുത്തോണ്ട് വീട്ടിൽ കയറണം. ഓക്കെ.
വീട്ടിന് ചുറ്റും 3 പ്രദക്ഷിണം വെച്ചിട്ടേ വീട്ടിൽ കയറാവൂ. പ്രദക്ഷിണ വയ്ക്കുന്നത് ഹിന്ദുക്കളുടെ ചടങ്ങല്ലേ? ഇത് മിശ്ര വിവാഹമല്ലേ? ചടങ്ങ് മിശ്രമായിക്കോട്ടെ. ഓടൂ. അയ്യോ പാവം. അയ്യോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിക്കാമായിരുന്നു. സ്റ്റാമിന ഇല്ലല്ലോ. സ്റ്റാമിന ഇവിടെ കാണിക്കുന്നതില്ല, ഞാൻ കാണിച്ചു.